ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. പഴം വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി. ഒട്ടും തന്നെ എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പഴം വെച്ചിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. വലിയ പഴമാണെങ്കിൽ ഒരു പഴം എടുത്താൽ മതിയാകും. അതുപോലെ തൊലി നന്നായിട്ട് കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴവും നമുക്കിതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഈ പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. ഇനി പഴം നെയ്യിൽ നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊലിയൊക്കെ നന്നായിട്ട് കറുത്ത് പോയിട്ടുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും തയ്യാറാക്കിയെടുക്കാം. 150 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പഴം ഇവിടെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മുടെ ശർക്കര പാനിയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പഴവും തേങ്ങയും നല്ലതുപോലെ തന്നെ നെയ്യിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ശർക്കര പാനിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ശർക്കര പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അതിന് മുന്നേ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒറ്റയടിക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. ഞാനിപ്പം ഏകദേശം പകുതിയോളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിപ്പോൾ ഇങ്ങനെ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഇനിയും അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. എനിക്കിപ്പോൾ ഇവിടെ 1 കപ്പ് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ വറ്റി വരുമ്പോൾ നല്ലതുപോലെ തന്നെ കട്ടിയായി കിട്ടും. നന്നായിട്ടൊന്ന് കട്ടിയായി കിട്ടണം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ തയ്യാറാക്കുമല്ലോ, ഇടിയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ചൂട് മുഴുവനായിട്ട് പോകാൻ പാടില്ല, ചെറിയ ചൂടിൽ വേണം നമ്മളിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം എള്ള് ഇഷ്ടമാണോ അത്രത്തോളം എള്ള് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എള്ള് അധികം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ചെറിയ ചൂടോടുകൂടി തന്നെ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയ ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ബോൾ പോലെയാണ് ഉരുട്ടിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിംഗർ ഷേപ്പിൽ വേണമെങ്കിൽ ഫിംഗർ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അതല്ല റെക്റ്റാങ്കുലർ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ബോൾ പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്തിടാൻ ആരും മറക്കില്ലല്ലോ. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ എല്ലാം ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അങ്ങനെ അധിക സമയം ഒന്ന് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം മാത്രം ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വശങ്ങളിലൊക്കെ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾസും വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അധിക സമയമൊന്നും സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല, 10 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതാ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓരോ ബനാന ബോൾസും തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ചൂട് ചായയുടെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ
വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.